എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കേക്കിൻ്റെ മെഷർമെൻറ്റ് 1 കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. ഒരുപാട് പേര് 1 കിലോ കേക്കിൻ്റെ റെസിപ്പികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്താണ് വെയിങ് സ്കെയിൽ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ കേക്കിൻ്റെ തൂക്കം, അതായത് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുൻപും അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 240 ml ഒരു കപ്പാണ് ഈ ഒരു കപ്പ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോകരുത്, 1/4 ടീസ്പൂണിൽ കൂടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെയോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്യാം, കട്ടകളൊന്നും ഇല്ലാതെ. അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ബേക്കിംഗ് സോഡ ഒക്കെ കട്ട കെട്ടി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 വലിയ മുട്ടയാണ്, ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല സ്പീഡിൽ തന്നെ ഇത് ക്രീമി ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ശരിയായി വരില്ല. ഇപ്പോൾ നമ്മുടെ മുട്ട നല്ലതായിട്ട് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്, പൊടിക്കാത്ത പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ അത് അലിയുന്നത് വരെ ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു മുട്ട നല്ല ക്രീമി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്തിട്ട് നമ്മൾ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാടിട്ട് സ്പീഡിൽ ഒത്തിരി ബീറ്റ് ചെയ്യരുത്. ചെറിയ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പതുക്കെ ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മൈദ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാറ്റില വെച്ചിട്ടോ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇനി ഒരു കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതിൽ ബട്ടർ പേപ്പർ ഒന്നും ലൈൻ ചെയ്തിട്ടില്ല. നിങ്ങൾ അലുമിനിയത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ ബട്ടർ പേപ്പർ ലൈൻ ചെയ്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഈ ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓവനിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കുക്കറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇത് 180 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചും സമയം വേരി ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്ത് നന്നായിട്ട് തണുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1/2 കിലോയ്ക്ക് മേലെയുണ്ട് ഈ ഒരു കേക്ക്. 1/2 കിലോയും 30 ഗ്രാമും ഉണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഇനി 3 ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് കട്ടർ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പഴയ നമ്മുടെ റഫലോ കേക്കൊക്കെ എടുത്ത് നോക്കിയാൽ മതിയാവും. ഇനി നമ്മളിതിലെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ക്രസ് ക്രംബ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇത് 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റിലേക്ക് നമ്മളിനി നന്നായിട്ട് തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് ഞാനിവിടെ ഒരു 150 ml എടുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത പാലോ തണുത്ത വെള്ളമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനി ഒരു ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നല്ല സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 150 ഗ്രാം വിപ്പിംഗ് ക്രീം പോരാ. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 300 ml വിപ്പിംഗ് ക്രീം വേണ്ടി വരും ഈ ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇത് കൂടാതെ കുറച്ച് ഹെവി വിപ്പിംഗ് ക്രീമും കൂടി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
അതുപോലെ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന വിപ്പിംഗ് പൗഡറിന് ഒന്നുകൂടെ നല്ല വൈറ്റ് കളറുമാണ്. അതുപോലെ തന്നെ അത് കൂടുതൽ നേരം നമുക്ക് മെൽറ്റാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പാത്രം കമത്തുമ്പോൾ അത് താഴേക്ക് വീഴരുത്, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് ഹെവി ക്രീമും കൂടി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് മുറിച്ചത് നന്നായിട്ട് തണുപ്പിക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ അസംബിൾ ചെയ്യാൻ തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്രീമൊക്കെ ഉരുകിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒരു ടേണിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റിലോ കാർഡ്ബോർഡിലോ വെച്ചാലും മതിയാകും. ഇതിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കേക്ക് അതിലേക്കൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടേണിംഗ് ടേബിളിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യുമ്പം ക്രീമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ ഈ കേക്ക് ഒന്നുകൂടി നല്ല മോയിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാരയും വെള്ളം കൂടി നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് കേക്ക് ഒന്നുകൂടി നല്ല മോയിസ്റ്റ് ആക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിക്നെസ്സിൽ വിപ്പിംഗ് ക്രീം നമുക്ക് ഓരോ ലെയറുകളിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ചിട്ട് നിങ്ങൾ ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഡെക്കറേറ്റ് ചെയ്യാൻ നേരത്ത് മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ലൂസായി പോകും. നമ്മൾ ഒരു ലെയർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ കേക്കിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, സൈഡൊന്നും നന്നായിട്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും നമ്മളിതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ഒക്കെ അങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഞാൻ അല്ലാതെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതിന് മുൻപ് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കേക്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ്. അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രീം ഇടുമ്പോൾ കേക്ക് പൊടിഞ്ഞു വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്രീം ഇടുമ്പോൾ പൊടിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതൊരുപാട് ഭയങ്കര പെർഫെക്റ്റ് ഫിനിഷിൽ നമുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതിന് മുകളിലായിട്ട് ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടും. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം നമ്മളൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ നോസിൽ പോലെ ഉള്ള റോസ്റ്റഡ് കേക്കൊക്കെ ചെയ്യുന്ന ആ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നോസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സിമ്പിൾ ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഡിസൈൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഇടാം. അപ്പം ഞാൻ ഈ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് വൈറ്റ് ചോക്ലേറ്റ് ഇടുന്ന കാര്യം ഓർത്തത്, അതുകൊണ്ട് ഞാൻ അവസാനമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഈ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറി വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും ചെറി, അല്ലെങ്കിൽ ക്യാൻഡ് ചെറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല റെഡിഷ് ആയിട്ടുള്ള ലൈറ്റ് റെഡ് ആയിട്ടുള്ള ചെറി കിട്ടും. അതും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചെറിയാണുള്ളത്, അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തു. ചെറി നിങ്ങൾക്ക് ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇത് ഞാനൊരു 100 ഗ്രാമിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ബാറ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അത് ഇതിന് മുകളിലും അതുപോലെ തന്നെ സൈഡിലും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുകളിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം, സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി.
അപ്പോൾ ഞാനത് സൈഡിലും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി താഴെയൊക്കെ വീഴുന്നത് ജസ്റ്റ് ഒന്ന് ഊതിയാൽ അത് പറന്നു പോവും. അത് നിങ്ങൾ വിഷമിക്കേണ്ട, അത് ക്ലീനാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ മുത്തിൻ്റെ ബർത്ത്ഡേക്ക് തയ്യാറാക്കിയൊരു കേക്കായിരുന്നു ഇത്. അപ്പോൾ മുത്തിനും പൊന്നിനും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളും ബർത്ത്ഡേയും ആനിവേഴ്സറിയും ഒക്കെ വരുമ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കി നോക്കുക. ഇതിൽ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാം, ഇതിൽ കളറോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ കൊച്ചുകുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്